ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഹാപ്പി ഡേ ആണ്. നമ്മുടെ കാത്തിരുന്ന ലഡാക്ക് ട്രിപ്പ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. പക്ഷെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം, ലഡാക്ക് ആയതുകൊണ്ട്. പക്ഷെ വളരെ എക്സൈറ്റ്മെന്റ് ആണ്, എക്സൈറ്റഡ് ആണ് എല്ലാവരും. എന്റെ കോറൈഡേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും. നമ്മൾ പോകുന്നത് ഒരു വിസ്ട്രോം, ഒരു എക്സ്പൾസ്, ഒരു ഡൊമിനാർ, ഒരു ഇന്റർസെപ്റ്റർ. ഇവരാണ് എന്റെ കോ ബഡീസ്. ഇടതുനിന്നും രാഹുൽ, ഇർഫാൻ ആൻഡ് സഞ്ജയ്. ഇതിൽ ഇർഫാൻ മാത്രമാണ് തൃശ്ശൂർ കുന്നംകുളത്തിൽ നിന്നും വരുന്നത്. ബാക്കി 3 പേര് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പാലക്കാടിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വലിയ പുള്ളികളൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ഫ്ലാഗ് ഓഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിൾ ആയിട്ട് എല്ലാവരും ചന്ദ്രനഗർ ഒത്തുചേർന്നിട്ട് ചന്ദ്രനഗറിന്ന് സ്റ്റാർട്ട് ചെയ്തു. പോകുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കയറാന്ന് വെച്ചിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. ആദ്യം തന്നെ ഫുഡ് കഴിക്കാം, എന്നിട്ട് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലായി. രാഹുൽ മോനെ ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന കൊങ്കൺ റൂട്ട് അല്ല നമ്മൾ പോകുന്നത്, അതായത് മംഗലാപുരം റൂട്ട്. നമ്മൾ നേരെ ബാംഗ്ലൂർ പിടിച്ച് ഫുൾ ഹൈവേ സ്ട്രെച്ച് ആണ്. കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണ് നമ്മുടെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് ലഡാക്ക് എത്തുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ റൂട്ട് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ന്യൂസ്. സോ മേ ബി ഇതിപ്പോ ഒരു ക്ലോസിംഗ് ഡേറ്റ് അടുത്ത് വരികയാണ്. സോ എത്രയും പെട്ടെന്ന് ലഡാക്ക് കയറുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. സോ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചെത്തും. അതുകൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ബൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോർമലി പോലെ ലഡാക്ക് പോയതിനു ശേഷം ഡൽഹിയിൽ നിന്ന് ബൈക്ക് കയറ്റി വിട്ടിട്ട് ട്രെയിനിലല്ല വരുന്നത്. സോ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു 8000 കിലോമീറ്റർ പ്ലസ് വരും. സോ അതിനായി നമ്മൾ എടുക്കാൻ പോകുന്നത് 30 ഡേയ്സ് ആണ്. 30 ഡേയ്സ് കണ്ടിന്യൂസ് റൈഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. സോ ചാനലിൽ ആദ്യമായിട്ട് കയറുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ലഡാക്ക് ട്രിപ്പ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എപ്പോഴാണ് ലഡാക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. 100-120 കിലോമീറ്ററിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തു. എല്ലാവരും വളരെ ഹാപ്പി ആൻഡ് ത്രില്ഡ് ആയിട്ടാണ് റൈഡ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് കോ റൈഡേഴ്സും നമ്മളും ഒരുമിച്ച് ഒരേപോലെ ഒരു വൈബിലോട്ട് വരുന്ന സമയത്താണ് ആ ഒരു റൈഡ് പൂർണ്ണമാവുക. അതിൽ എൻ്റെ ബഡീസ് എക്സ്ട്രീം സൂപ്പർബാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിക്ക് കോമഡി, ഊക്കി വിടുക എന്ന് പറഞ്ഞില്ലേ, ഊക്കലാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കോമഡി കേട്ടോ. ഒരു രസിച്ച് ഒരു എന്താ പറയാ, ചിരിച്ചും കളിച്ചിട്ടാണ് ഞങ്ങള് റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൈഡ് ആരംഭിച്ചു. അതിനിടയിൽ ഒരു സംസാരം ഉണ്ടായി. നമുക്ക് ബാംഗ്ലൂർ ടൗണ്, ഈ ട്രാഫിക് കാരണം ബാംഗ്ലൂർ ടൗണ് ടച്ച് ചെയ്യാതെ നമുക്ക് ഹൈദരാബാദ് റൂട്ടിലോട്ട് നേരെ പോവാം, എന്നിട്ട് എവിടെയെങ്കിലും കിട്ടുന്ന ഒരു റൂം എടുക്കാന്ന് വെച്ചു. സോ ഞങ്ങൾ ഹൈവേന്ന് കുറച്ച് ഡീവിയേഷൻ എടുത്ത് നേരെ ഏതോ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ അന്ന് കറങ്ങി. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു റൂട്ട്, പിന്നെ ഒരു ഹിൽ സ്റ്റേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണ് പോയത്. അത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയായിരുന്നു. സംഭവം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷെ എന്നാലും അവിടെ ആയിട്ട് ചെറിയ ചെറിയ ടൗണുകളും ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടികളും പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യൂ ഇത് നോക്കി, ഇത് വെർത്താണോ അല്ലേ? നമ്മൾ ഹൈവേയിൽ കൂടെ പോകുന്നത്, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ കടന്നു പോകും. പക്ഷെ ഈ വ്യൂ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഈ എന്താ പറയാ, സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. സമയം ഒരു 5:30 കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക വന്നു, റൂം അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേ എവിടെ നടക്കുമെന്ന്. സോ പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ടൗണ് പിടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായി. മുന്നോട്ട്
പോയാൽ ഹോട്ടൽ ഉണ്ടാവും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്ന ടൗണിനകത്ത് ഏതെങ്കിലും ഹോട്ടൽ എടുത്ത് അവിടെ താമസിക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. എന്നാൽ കയറി ചെന്നത് ഒരു മുട്ടൻ പണിയിലോട്ടാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ലഡാക്ക് ട്രിപ്പ് ഡേ 1 പണി പിറകെ വരുന്നുണ്ട് അവറാച്ചാ. സൺലൈറ്റ് തീരുന്നത് വരെ എങ്ങനെയും റൈഡ് ചെയ്ത് ഒരു ടൗൺ ഏരിയ പിടിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ ആ പ്ലാനൊക്കെ അല്ലേലും നമ്മുടെ ട്രിപ്പുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന പണികളൊക്കെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് പണിയാണ്, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം, അതിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. മാക്സിമം ഹൈദരാബാദിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു സിറ്റിക്കകത്ത് റൂം എടുക്കാന്നുള്ള പ്ലാനിലാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് KGF-ലൂടെയാണ്. KGF എന്താണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കോലാർ സൈഡിലുള്ള ഏതോ ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ് ഈ റോഡ് ചെന്നെത്തുന്നത്. KGF ഫിലിമിലെ സോങ് ഒക്കെ എടുത്ത് BGM ഒക്കെ ആക്കി നമ്മൾ നല്ല രസിച്ച് അങ്ങ് റൈഡ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുലിന്റെ എക്സ്പൾസിന് പഞ്ചർ കിട്ടുന്നത്. ചെറിയൊരു ഗ്രാമപ്രദേശത്ത് വെച്ചിട്ടാണ് രാഹുലിന്റെ വണ്ടി പഞ്ചറായത്. പിന്നെ ഒരു പഞ്ചർ കട കണ്ടുപിടിക്കാനും പുള്ളിനെ എടുത്തുകൊണ്ട് വരാനൊക്കെ സമയമെടുത്തു. പിന്നെ ഒരു പഞ്ചർ കടക്കാരനെ പിടിച്ച് പുള്ളി വന്ന് ടയർ അഴിച്ചുകൊണ്ട് പോയി. പിന്നെ എക്സ്ട്രാ ട്യൂബ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. സോ പുതിയ ട്യൂബ് തന്നെ അങ്ങ് മാറി. പിന്നെ ടൈം നോക്കുമ്പോൾ ഒരു 2 hours അതിന് പോയി കിട്ടി. അപ്പൊ കൃഷ്ണപുര എന്നുള്ള ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ ഒരു റൂം കണ്ടുപിടിച്ച് അവിടെ അങ്ങ് സ്റ്റേ ചെയ്തു. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഇനി ഒരു ലക്ഷ്യം ടു ലഡാക്ക്. സോ ലഡാക്കിലെ ഫുൾ സീരീസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.